വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ ബയോമോളിക്യൂൾസ് ചാപ്റ്ററിലെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമോളിക്യൂൾ വരുന്നത് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് അബുണ്ടന്റ് ആയിട്ടുള്ള ബയോമോളിക്യൂൾ ആണ് ലിവിങ് സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇനി പ്രോട്ടീൻസിന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് മിൽക്ക്, പൾസസ്, പീനട്ട്സ്, ഫിഷ്, ചീസ്, മീറ്റ് ഇതൊക്കെയാണ്. ഓക്കെ, ഓൾസോ നമ്മുടെ ബോഡിയുടെ മെയിൻ്റനൻസിനും ഗ്രോത്തിനും റിക്വയർഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബയോമോളിക്യൂൾ കൂടിയാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഇനി എല്ലാ പ്രോട്ടീൻസും ആൽഫ അമിനോ ആസിഡ്സിന്റെ പോളിമർ ആയിരിക്കും അധികവും. ഇനി അമിനോ ആസിഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമിനോ ആസിഡ്സിന് അമിനോ ഗ്രൂപ്പും ഉണ്ടാവും, അതുപോലെ തന്നെ കാർബോക്സൈൽ ഫങ്ഷണൽ ഗ്രൂപ്പും ഉണ്ടാവും. ദാറ്റ് ഈസ് NH2 ഗ്രൂപ്പും COOH ഗ്രൂപ്പും ഉണ്ടാവും. ഇനി അമിനോ ഗ്രൂപ്പിന്റെയും കാർബോക്സിൽ ഗ്രൂപ്പിന്റെയും റിലേറ്റീവ് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് അമിനോ ആസിഡ്സിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം ആസ് ആൽഫ, ബീറ്റ, ഗാമ ആൻഡ് ഡെൽറ്റ. ഇനി ആൽഫ അമിനോ ആസിഡ്സ് മാത്രമാണ് നമ്മൾ ഹൈഡ്രോളിസിസ് ഓഫ് പ്രോട്ടീൻസ് വഴി ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഓൾസോ അതിനകത്ത് വേറെയും ഫങ്ഷണൽ ഗ്രൂപ്പ്സ് പ്രസന്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് ആൽഫ അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ വരുന്നത്. R ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൈഡ് ചെയിനെയാണ്. ഗ്ലൈസിന് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് ആൻഡ് ടൈറോസിൻ ആണ് ഫസ്റ്റ് ഒബ്റ്റെയിൻ ചെയ്തത് ഫ്രം ചീസ്. അമിനോ ആസിഡ്സ് നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത് 3 ലെറ്റർ സിമ്പിൾ വെച്ചിട്ടാണ്. സംടൈംസ് നമ്മൾ 1 ലെറ്റർ സിമ്പിൾ വെച്ചിട്ടും അതിനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇനി അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ റിലേറ്റീവ് നമ്പർ ഓഫ് അമിനോ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ് നമ്മൾ അസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈക്വൽ നമ്പർ ഓഫ് അമിനോ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ് ആണെങ്കിൽ അത് ന്യൂട്രൽ അമിനോ ആസിഡ് ആയിരിക്കും. ദെൻ മോർ നമ്പർ ഓഫ് അമിനോ ഗ്രൂപ്പ് ദാൻ കാർബോക്സിൽ ഗ്രൂപ്പ് ആണെങ്കിൽ ബേസിക് അമിനോ ആസിഡ് ആയിരിക്കും. ആൻഡ് ഫൈനലി മോർ കാർബോക്സിൽ ഗ്രൂപ്പ്സ് ആസ് കമ്പയർഡ് ടു അമിനോ ഗ്രൂപ്പ് ആണെങ്കിൽ അത് അസിഡിക് അമിനോ ആസിഡ് ആയിരിക്കും. ഓക്കെ, ഇനി അമിനോ ആസിഡ്സ് ദാറ്റ് ക്യാൻ ബി സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി നമ്മൾ പറയുന്ന പേരാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ആൻഡ് നമ്മുടെ ബോഡിയിൽ സിന്തസൈസ്ഡ് ആവാത്ത ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സ്, അതായത് നമ്മൾ ഫുഡിൽ ഡയറ്റിൽ കൂടിയൊക്കെ ഒബ്റ്റെയിൻ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സിനെ നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഇനി അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് യൂഷ്വലി കളർലെസ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. ദേ ആർ വാട്ടർ സോലുബിൾ ആൻഡ് ഹൈ മെൽറ്റിംഗ് സോളിഡ്സ് ആൻഡ് ദേ ബിഹേവ് ലൈക്ക് സോൾട്സ് റാദർ ദാൻ സിമ്പിൾ അമീൻസ് ഓർ കാർബോക്സിലിക് ആസിഡ്സ്. ഈ ഒരു ബിഹേവിയർ അസിഡിക് ആൻഡ് ബേസിക് ഗ്രൂപ്പ് ആ സെയിം മോളിക്യൂളിൽ പ്രസന്റ് ആയതുകൊണ്ടാണ്. അക്വസ് സൊല്യൂഷനിൽ കാർബോക്സിൽ ഗ്രൂപ്പിന് പ്രോട്ടോൺസിനെ ലൂസ് ചെയ്യാം ആൻഡ് അമിനോ ഗ്രൂപ്പിന് പ്രോട്ടോൺസിനെ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഫൈനലായിട്ട് നമുക്കൊരു ഡൈപോളർ ആയിട്ടുള്ള അയോൺ ദാറ്റ് ഈസ് നോൺ ആസ് സ്വിറ്റർ അയോൺ അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഈ സ്വിറ്റർ അയോൺ എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. അപ്പൊ സ്വിറ്റർ അയോണിക് ഫോമിൽ അമിനോ ആസിഡ്സ് ആംഫോട്ടറിക് ബിഹേവിയർ ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുന്നത് ആസ് ദേ റിയാക്ട് ബോത്ത് വിത്ത് ആസിഡ്സ് ആൻഡ് ബേസസ്. ഇനി എക്സെപ്റ്റ് ഗ്ലൈസിൻ ബാക്കി എല്ലാ നാച്ചുറലി ഒക്കറിങ് ആൽഫ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആൽഫ കാർബൺ ആറ്റം അവരുടെ അസിമെട്രിക് ആണ്. ഓക്കെ, അപ്പം ഇത് D ആൻഡ് L ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും. ഇനി മോസ്റ്റ് നാച്ചുറലി ഒക്കറിങ് അമിനോ ആസിഡ്സിനും L കോൺഫിഗറേഷൻ ആയിരിക്കും ഉള്ളത്. ഓക്കെ, ഇതാണ് സ്വിറ്റർ അയോൺ റെപ്രസെന്റേഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് പ്രോട്ടീൻസിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ ആർ പോളിമേഴ്സ് ഓഫ് ആൽഫ അമിനോ ആസിഡ്സ് ആൻഡ് നമ്മൾ അതിനെ ഈച്ച് അതർ കണക്ട് ചെയ്തിരിക്കുന്നത് പെപ്റ്റൈഡ് ബോണ്ട് അല്ലെങ്കിൽ പെപ്റ്റൈഡ് ലിങ്കേജ് വെച്ചിട്ടാണ്. ഓക്കെ, പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറയുന്നത് ഒരു അമൈഡ് ഫോംഡ് ബിറ്റ്വീൻ COOH ഗ്രൂപ്പ് ആൻഡ് NH2 ഗ്രൂപ്പ്. ഓക്കെ, reaction between two molecules of similar അല്ലെങ്കിൽ different amino acids proceeds through combination of amino group of one molecule with carboxyl group of other. അപ്പം ഇത് കാരണം റിസൾട്ടിംഗ് ആയിട്ട് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആവും ആൻഡ് അവിടെ പെപ്റ്റൈഡ് ബോണ്ട് CONH അവിടെ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് പെപ്റ്റൈഡ് ബോണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റ് ഓഫ് ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഡൈപെപ്റ്റൈഡ് ആയിരിക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത് മേഡപ്പ് ചെയ്തിരിക്കുന്നത് 2 അമിനോ ആസിഡ്സ് കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ വെൻ കാർബോക്സിൽ ഗ്രൂപ്പ് ഓഫ് ഗ്ലൈസിൻ കമ്പൈൻസ് വിത്ത് അമിനോ ഗ്രൂപ്പ് ഓഫ് അലനൈൻ നമുക്കൊരു ഡൈപെപ്റ്റൈഡ് ദാറ്റ് ഈസ് ഗ്ലൈസിൽ അലിനിൻ ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്.
ഇനി ഒരു തേർഡ് അമിനോ ആസിഡ് ഡൈപെപ്റ്റൈഡുമായിട്ട് കമ്പൈൻ ചെയ്താൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് ട്രൈപെപ്റ്റൈഡ് ആണ്. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ട്രൈപെപ്റ്റൈഡ് എന്ന് പറയുന്നത് 3 അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ആൻഡ് ദേ ആർ ലിങ്ക്ഡ് ബൈ 2 പെപ്റ്റൈഡ് ലിങ്കേജസ്. ഇനി 4, 5 or 6 അമിനോ ആസിഡ്സ് ആണ് ലിങ്ക് ടുഗദർ ചെയ്തിരിക്കണമെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് റെസ്പെക്റ്റീവ്ലി കിട്ടുന്നത് ടെട്രാപെപ്റ്റൈഡ്, പെന്റാപെപ്റ്റൈഡ് ആൻഡ് ഹെക്സാപെപ്റ്റൈഡ് ആണ്. ഓക്കെ, ഇനി നമ്പർ ഓഫ് അമിനോ ആസിഡ്സ് മോർ ദാൻ 10 ആണെങ്കിൽ പ്രൊഡക്റ്റിന് നമുക്ക് പോളിപെപ്റ്റൈഡ് എന്ന് പറയാം. അപ്പോൾ പോളിപെപ്റ്റൈഡ് വിത്ത് മോർ ദാൻ 100 അമിനോ ആസിഡ് റെസിഡ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രോട്ടീൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ പോളിപെപ്റ്റൈഡ് വിത്ത് ഫ്യൂവർ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു 51 അമിനോ ആസിഡ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ പറയും. ഫോർ എക്സാമ്പിൾ ഇൻസുലിൻ ഒക്കെ ഫ്യൂവർ അമിനോ ആസിഡ്സ് ഉള്ള പ്രോട്ടീൻ ആണ്. ഇനി പ്രോട്ടീൻസ് മോളിക്കുലർ ഷേപ്പിന്റെ ബേസിസിൽ രണ്ടാക്കിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ആസ് ഫൈബ്രസ് പ്രോട്ടീൻസ് ആൻഡ് ഗ്ലോബുലർ പ്രോട്ടീൻസ്. പോളിപെപ്റ്റൈഡ് ചെയിൻ പാരലൽ ആയിട്ട് ആണ് റൺ ചെയ്യുന്നത് ആൻഡ് ദേ ആർ ഹെൽഡ് ടുഗദർ ബൈ ഹൈഡ്രജൻ ആൻഡ് ഡൈസൾഫൈഡ് ബോണ്ട് ആണെങ്കിൽ ഒരു ഫൈബർ ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൈബ്രസ് പ്രോട്ടീൻസ് അവിടെ ഫോം ചെയ്യും. ഓക്കെ, ഫൈബ്രസ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് വാട്ടറിൽ ഇൻസോൾബിൾ ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മയോസിൻ, കെരാട്ടിൻ ഒക്കെയാണ് ഫൈബ്രസ് പ്രോട്ടീൻസിന് എക്സാമ്പിൾ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഗ്ലോബുലർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ള പ്രോട്ടീൻസ് ആയിരിക്കും. ദേ ആർ സോലുബിൾ ഇൻ വാട്ടർ. എക്സാമ്പിൾ വരുന്നത് ആൽബുമിൻ, ഇൻസുലിൻ ഒക്കെയാണ്. ഓക്കെ, ഇനി പ്രോട്ടീൻസിന്റെ പ്രൈമറി സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ടാവും. ഓക്കെ, പ്രോട്ടീൻസിന് അതിൽ ഓരോ പോളിപെപ്റ്റൈഡ് ചെയിനും അമിനോ ആസിഡ് വെച്ചിട്ട് ലിങ്ക് ടുഗദർ ചെയ്തിരിക്കുകയായിരിക്കും ഒരു സ്പെസിഫിക് സീക്വൻസിൽ. ഓക്കെ, അപ്പം ഈ ഒരു സീക്വൻസ് ഓഫ് അമിനോ ആസിഡിനെയാണ് നമ്മൾ പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ലോങ് ആയിട്ടുള്ള ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ആയിരിക്കും സെക്കൻഡറി സ്ട്രക്ചറിൽ വരുന്നത്. ഇത് രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചറിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത് ആസ് ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു സ്ട്രക്ചർ അറൈസ് ചെയ്യുന്നത് റെഗുലർ ആയിട്ടുള്ള ഫോൾഡിങ് കൊണ്ടാണ്. അതായത് ബാക്ക് ബോൺ ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിനിന്റെ റെഗുലർ ആയിട്ടുള്ള ഫോൾഡിങ് കൊണ്ടാണ് ഇത് മെയിൻ ആയിട്ട് ഒക്കർ ചെയ്യുന്നത്. ഇനി ആൽഫ ഹെലിക്സ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ വേ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഇവിടെ പോളിപെപ്റ്റൈഡ് ചെയിന് എല്ലാ പോസിബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഫോം ചെയ്യും ബൈ ട്വിസ്റ്റിംഗ് ഇൻറ്റു റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് വിത്ത് NH ഗ്രൂപ്പ് ഓഫ് ഈച്ച് അമിനോ ആസിഡ് റെസിഡ്യൂ ഹൈഡ്രജൻ ബോണ്ടഡ് ടു C ഡബിൾ ബോണ്ട്, അതായത് കീറ്റോൺ ഗ്രൂപ്പ് ഓഫ് ആൻ അഡ്ജസന്റ് ടേൺ ഓഫ് ദി ഹെലിക്സ്. ഇനി ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചറിലാണെങ്കിൽ എല്ലാ പെപ്റ്റൈഡ് ചെയിൻസും സ്ട്രെച്ച്ഡ് ഔട്ട് ടു മാക്സിമം എക്സ്റ്റൻഷൻ and then they are laid side by side which are held together by intermolecular hydrogen bond. Okay, അപ്പോൾ ഇവിടെ ഒരു പ്ലീറ്റഡ് ഫോൾഡ് ഓഫ് ഡ്രേപ്പറി ആയിരിക്കും ഈ ഒരു സ്ട്രക്ചറിൽ കാണുന്നത് and they are known as beta pleated structure. ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം ആണ് ആൽഫ ആൻഡ് ബീറ്റ സ്ട്രക്ചർ വരുന്നത് പ്രോട്ടീന്റെ. ഇനി ടെർഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ അത് ഓവറോൾ ഫോൾഡിംഗ് ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിനെയാണ് ഈ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് സെക്കൻഡറി സ്ട്രക്ചർ ഫർദർ ആയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്താൽ ഈ ഒരു ടെർഷ്യറി സ്ട്രക്ചർ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് രണ്ട് മോളിക്കുലർ ഷേപ്പിലാണ് വരുന്നത്, മെയിൻലി ഫൈബ്രസ് ആൻഡ് ഗ്ലോബുലർ. അപ്പൊ അതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നത്, ഫൈബ്രസ് പ്രോട്ടീനും ഗ്ലോബുലർ പ്രോട്ടീനും. ഓക്കെ, മെയിൻ ഫോഴ്സസ് വിച്ച് സ്റ്റെബിലൈസ് ദി സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ട്, ഡൈസൾഫൈഡ് ലിങ്കേജ്, വാൻഡർവാൾസ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇതൊക്കെയാണ്. ഇനി ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ രണ്ടോ അതിൽ കൂടുതലോ പോളിപെപ്റ്റൈഡ് ചെയിൻസ് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അതായത് അങ്ങനെയുള്ള പോളിപെപ്റ്റൈഡ് ചെയിൻസിന്റെ സ്പേഷ്യൽ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും ക്വാട്ടർണറി സ്ട്രക്ചറിൽ വരുന്നത്. ഇത് പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ്, ഇത് സെക്കൻഡറി സ്ട്രക്ചർ, ഇതാണ് ടെർഷ്യറി സ്ട്രക്ചർ ആൻഡ് ഫൈനൽ ക്വാട്ടർണറി സ്ട്രക്ചർ. ഓക്കെ, ഇവിടെയുള്ള ഈ ഓരോ കുഞ്ഞു കുഞ്ഞു ബോൾസും റെപ്രസെന്റ് ചെയ്യുന്നത് അമിനോ ആസിഡ്സിനെയാണ്. ഇനി നെക്സ്റ്റ് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻസ് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ പ്രോട്ടീൻസ് ബയോളജിക്കൽ സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റിനെ നമ്മൾ പറയുന്നത് നേറ്റീവ് പ്രോട്ടീൻ എന്നാണ്.
അപ്പോൾ പ്രോട്ടീൻ അതിൻ്റെ നെഗറ്റീവ് ഫോമിലാണെങ്കിൽ അത് ഫിസിക്കൽ ചേഞ്ചസിന് സബ്ജക്റ്റ് ആവും, ലൈക്ക് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, കെമിക്കൽ ചേഞ്ച് ലൈക്ക് ചേഞ്ച് ഇൻ pH, ഹൈഡ്രജൻ ബോണ്ട്സ് ഡിസ്റ്റർബ്ഡ് ആവുന്നത്, ഇതെല്ലാം ഇങ്ങനെയുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിനൊക്കെ ഈ ഒരു പ്രോട്ടീൻ സബ്ജക്റ്റഡ് ആവും. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് കാരണം എന്താണ് സംഭവിക്കുന്നത്? പ്രോട്ടീൻ ഗ്ലോബൂൾസ് അവിടെ അൺഫോൾഡ് ആയിട്ട് ആ ഹെലിക്സ് എന്താണ് അൺകോയിൽ ആവും. ആൻഡ് ആ ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ അതിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റീനെ ലൂസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ ഡീനേച്ചറേഷൻ സംഭവിക്കുന്ന ടൈമിൽ സെക്കൻഡറിയും ടെർഷറി സ്ട്രക്ചറും ഡിസ്ട്രോയിഡ് ആവും. അവിടെ പ്രൈമറി സ്ട്രക്ചർ മാത്രമാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ ഫോർ ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് കൊയാഗുലേഷൻ ഓഫ് എഗ് വൈറ്റ് ഓൺ ബോയിലിംഗ് ആണ്. വേറൊരു എക്സാമ്പിൾ ആണ് കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്. ഓക്കെ, കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് ഒക്കെ ചെയ്യുന്നത് എന്താണ്? ഫോർമേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ബൈ ബാക്ടീരിയ പ്രസന്റ് ഇൻ മിൽക്ക് കാരണമാണ്. അപ്പൊ ഇതാണ് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻസ്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് എൻസൈംസ് ആണ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൽ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ചെയ്യും അല്ലെ. അപ്പൊ ഈ കെമിക്കൽ റിയാക്ഷൻസിനെ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൽ പ്രസന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് എൻസൈംസ് ആണ്. ഓക്കെ, അപ്പം എൻസൈംസ് എന്ന് പറയുന്നത് ആക്ച്വലി ബയോ കാറ്റലിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. എല്ലാ എൻസൈംസും ഏകദേശം ഗ്ലോബുലർ പ്രോട്ടീൻസ് ആണ്. ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ സബ്സ്ട്രേറ്റിനെ അല്ലെങ്കിൽ എൻസൈമിനെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാൾട്ടോസ് ഹൈഡ്രോളൈസ് ചെയ്താൽ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു ഹൈഡ്രോളിസിസ് കാറ്റലൈസ്ഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാരി ഔട്ട് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് മാൽട്ടേസ് ആണ്. ഓക്കെ, ഇനി എൻസൈംസ് നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ. Similar to the action of chemical catalyst, enzymes are said to reduce the magnitude of activation energy. Activation energy-നെ മാഗ്നിറ്റ്യൂഡിനെ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു എൻസൈംസിന് കാപ്പബിലിറ്റി ഉണ്ട്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബയോമോളിക്യൂൾസ് നമ്മൾ നോക്കുന്നത് വൈറ്റമിൻസ് ആണ്. ഇത് ഒരു ലിവിങ് ഓർഗാനിസത്തിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഒരു ഓർഗാനിസത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്തിനും ഹെൽത്തിനും ഇത് വളരെ ആവശ്യമാണ്. അപ്പൊ ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ സോലുബിലിറ്റി ഇൻ വാട്ടർ ഓർ ഫാറ്റ് നമ്മൾ വൈറ്റമിൻസിനെ രണ്ടാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസും വാട്ടർ സോലുബിൾ വൈറ്റമിൻസും. അപ്പൊ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ അത് ഫാറ്റിലും ഓയിൽസിലും സോലുബിൾ ആയിരിക്കും ആൻഡ് ദേ ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ. എക്സാമ്പിൾ ഓഫ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് വരുന്നത് A, D, E and K വൈറ്റമിൻസ് ആണ്. ദേ ആർ സ്റ്റോർഡ് ഇൻ ലിവർ ആൻഡ് അഡിപ്പോസ് ടിഷ്യൂസ് ഇൻ ഓർഗാനിസംസ്. ഇനി വാട്ടർ സോലുബിൾ വൈറ്റമിൻസിന് എക്സാമ്പിൾ വരുന്നത് B ഗ്രൂപ്പ് ആൻഡ് C ഗ്രൂപ്പ് വൈറ്റമിൻസ് ആണ്. ദേ ആർ സോലുബിൾ ഇൻ വാട്ടർ. ഓക്കെ, അപ്പോൾ വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് മസ്റ്റ് ബി സപ്ലൈഡ് റെഗുലർലി ഇൻ ദി ഡയറ്റ് ബിക്കോസ് ദേ ആർ റെഡിലി എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ ആൻഡ് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ അവർ ബോഡി എക്സെപ്റ്റ് വൈറ്റമിൻ B12. ഇപ്പൊ ഇവിടെ ടേബിളിൽ കുറച്ച് വൈറ്റമിൻസിന്റെ നെയിമും അതിന്റെ സോഴ്സും ആ വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ഒക്കർ ചെയ്യുന്ന ഡിസീസസും ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. വൈറ്റമിൻ എയുടെ സോഴ്സ് വരുന്നത് മിൽക്ക്, ബട്ടർ, ക്യാരറ്റ്, ഫിഷ് ലിവർ ഓയിലൊക്കെയാണ്. അതിന്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഒക്കർ ചെയ്യുന്ന ഡിസീസ് ആണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇനി വൈറ്റമിൻ ബി അല്ലെങ്കിൽ തൈമിൻ എന്ന് പറയും. അതിന്റെ സോഴ്സ് വരുന്നത് ഈസ്റ്റ്, മിൽക്ക്, ഗ്രീൻ വെജിറ്റബിൾസ്, സിറിൽസ് ഒക്കെയാണ്. ഓക്കെ, അതിന്റെ ഡെഫിഷ്യൻസി കാരണം ഒക്കർ ചെയ്യുന്ന ഡിസീസ് ആണ് ബെറിബറി. ദെൻ വൈറ്റമിൻ B2ന്റെ സോഴ്സ് ലിവർ, കിഡ്നി, മിൽക്ക്, എഗ് വൈറ്റ് ഒക്കെയാണ്. ദെൻ വൈറ്റമിൻ B6ന്റെ സോഴ്സ് ഈസ്റ്റ്, മിൽക്ക്, എഗ് യോക്ക്, സിറിൽസ്, ഗ്രാംസ് ഇതൊക്കെയാണ്. അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് കൺവൾഷൻസ് ആണ്. ദെൻ വൈറ്റമിൻ B12ന്റെ സോഴ്സ് വരുന്നത് മീറ്റ്, ഫിഷ്, എഗ്, കേർഡ് ഒക്കെയാണ്. അതിന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്നത് പെർനീഷ്യസ് അനീമിയ ആണ്. ദെൻ വൈറ്റമിൻ സിയുടെ സോഴ്സ് വരുന്നത് സിട്രസ് ഫ്രൂട്ട്സ്, അംല, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്. അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് വരുന്നത് സ്കർവി അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഗംസ് ആയിരിക്കും. ദെൻ വൈറ്റമിൻ ഡിയുടെ സോഴ്സ് വരുന്നത് സൺലൈറ്റ്, ഫിഷ്, എഗ് യോക്ക് ഒക്കെയാണ്. അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് വരുന്നത് റിക്കറ്റ്സ്. ദെൻ വൈറ്റമിൻ ഇയുടെ സോഴ്സ് വരുന്നത് വെജിറ്റബിൾ ഓയിൽസ് ലൈക്ക് വീറ്റ്, ജം ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒക്കെയാണ്. ദെൻ വൈറ്റമിൻ കെയുടെ സോഴ്സ് വരുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ന്യൂക്ലിക് ആസിഡ്സ് ആണ്.
നമ്മൾ ക്രോമസോംസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ഹെറിഡിറ്ററിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മെയിൻ കമ്പോണന്റ് ആണ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ഇത് മേഡപ്പ് ചെയ്തിരിക്കുന്നത് പ്രോട്ടീൻസും വേറൊരു ടൈപ്പ് ഓഫ് ബയോമോളിക്യൂളും കൊണ്ടാണ്. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് ബയോമോളിക്യൂൾ എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡ്സ് ആണ്. അപ്പൊ മെയിൻലി രണ്ട് ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ആണ് വരുന്നത്, DNA ആൻഡ് RNA. ദാറ്റ് ഈസ് ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ആൻഡ് റൈബോന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ്സിന്റെ ലോങ് ചെയിൻ പോളിമേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പോളിന്യൂക്ലിയോടൈഡ്സ് എന്നും പറയും. ഓക്കെ, ഇനി നമ്മൾ DNA അല്ലെങ്കിൽ RNA നമ്മൾ കംപ്ലീറ്റ് ഹൈഡ്രലൈസ് ചെയ്താൽ നമുക്ക് ഒരു പെൻഡോസ് ഷുഗർ ആണ് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫോസ്ഫോറിക് ആസിഡും നൈട്രജൻ കണ്ടെയ്നിങ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ടും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. DNA മോളിക്യൂളില് ഷുഗർ മൊയിറ്റി എന്ന് പറയുന്നത് βD2 ഡിയോക്സി റൈബോസ് ആണ്. whereas in RNA മോളിക്യൂളിൽ അത് βD റൈബോസ് ആണ്. DNA-യിൽ 4 ബേസസ് ആണുള്ളത്, അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ. RNA-യിലും 4 ബേസസ് തന്നെയുണ്ട്, എക്സെപ്റ്റ് തൈമിനിൻ DNA ഇവിടെ RNA-യുടെ കേസിൽ യുറാസിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസസിന്റെ ആ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇവിടെ ഒരു സ്ട്രക്ചർ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ന്യൂക്ലിയോസൈഡിന്റെയും സെക്കൻഡ് വരുന്നത് ന്യൂക്ലിയോടൈഡിന്റെയുമാണ്. അപ്പൊ എന്താണ് രണ്ടും നമുക്ക് നോക്കാം. A unit formed by attachment of base to position 1 of sugar, അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂക്ലിയോസൈഡിൽ ഷുഗർ കാർബൺസ് 1', 2', 3' എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് in order to distinguish these from bases. ഇനി ന്യൂക്ലിയോസൈഡിന്റെ കൂടെ നമ്മൾ 5th പൊസിഷൻ ഓഫ് ഷുഗർ മൊയിറ്റിയിൽ ഒരു ഫോസ്ഫോറിക് ആസിഡ് കൂടി കൊടുത്താൽ നമുക്കൊരു ന്യൂക്ലിയോടൈഡ് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ന്യൂക്ലിയോടൈഡ്സിനെ നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് വെച്ചിട്ടാണ് ബിറ്റ്വീൻ 5' ആൻഡ് 3' കാർബൺ ആറ്റംസ് ഓഫ് പെൻഡോസ് ഷുഗർ. ഇനി ന്യൂക്ലിക് ആസിഡ്സിന് പ്രൈമറി സ്ട്രക്ചറും ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി സ്ട്രക്ചറും ഉണ്ട്. ഓക്കെ, രണ്ട് ന്യൂക്ലിക് ആസിഡ് ചെയിൻസിനെ ഹെൽഡ് ടുഗദർ ചെയ്ത് നിർത്തുന്നത് ഹൈഡ്രോജൻ ബോണ്ട് വെച്ചിട്ടാണ് ബിറ്റ്വീൻ പെയർസ് ഓഫ് ബേസസ്. ഓക്കെ, അപ്പൊ രണ്ട് സ്ട്രാൻഡ്സ് കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ ആയിരിക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് സ്പെസിഫിക് പെയർസ് ഓഫ് ബേസിന് ബിറ്റ്വീൻ ആയിട്ടാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ അഡിനിൻ ഫോംസ് ഹൈഡ്രജൻ ബോണ്ട്സ് വിത്ത് തൈമിൻ, വേറസ് സൈറ്റോസിൻ ഫോംസ് ഹൈഡ്രജൻ ബോണ്ട്സ് വിത്ത് ഗ്വാനൈൻ. ഇനി RNA മോളിക്യൂൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 ടൈപ്സ് ഓഫ് RNA മോളിക്യൂൾസ് ആണ് വരുന്നത്, mRNA അല്ലെങ്കിൽ മെസഞ്ചർ RNA, then rRNA or ribosomal RNA, and finally tRNA or transfer RNA. നമ്മുടെ ഹെറിഡിറ്ററിക്ക് ബേസ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കെമിക്കൽ കമ്പോണന്റ് ആണ് DNA അല്ലെങ്കിൽ ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, and it is considered as a reserve of genetical information. Okay, ഒരു പർട്ടിക്കുലർ ഓർഗാനിസത്തിന്റെ ഐഡന്റിറ്റിനെ, അതായത് ആ ഒരു ഓർഗാനിസത്തിനെ മറ്റുള്ള ഓർഗാനിസത്തിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്തുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് DNA-ക്ക് വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് capable of cell division and identical DNA strands are transferred to daughter cells. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് സെല്ലിൻ്റെ ഉള്ളിലെ പ്രോട്ടീൻ സിന്തസൈസ് ആണ്. ഓക്കെ, അപ്പൊ ഈ സെല്ലില് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത് RNA മോളിക്യൂൾസിന്റെ ഹെൽപ്പ് കൊണ്ടാണ്. പക്ഷെ മെസ്സേജ് ഫോർ സിന്തസിസ് ഓഫ് പർട്ടിക്കുലർ പ്രോട്ടീൻ ഉള്ളത് DNA-ക്ക് അകത്താണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹോർമോൺസ് ആണ്. ഇത് ആക്ച്വലി കെമിക്കൽ മോളിക്യൂൾസ് ആണ് ആൻഡ് ദേ ആക്ട് ആസ് ഇൻട്രസെല്ലുലാർ മെസ്സഞ്ചേഴ്സ്. ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് endocrine glands ആണ്, and they are poured directly into the bloodstream which transports them to the site of action. Steroid type of hormones ആണ് ഈസ്ട്രജനും ആൻഡ്രോജനും, and polypeptide type hormones ആണ് ഇൻസുലിനും എൻഡോർഫിൻസും. ഇനി അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഹോർമോൺസ് ആണ് എപ്പിനെഫ്രിൻ ആൻഡ് നോർപൈനെഫ്രിൻ. ഹോർമോൺസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ പലതരം ഫങ്ഷൻസ് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. They help to maintain the balance of biological activities in human body. ഇൻസുലിനും ഗ്ലൂക്കോഗനും, ഓക്കെ, ഈ രണ്ട് ഹോർമോൺസ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന രണ്ട് ഹോർമോൺസ് ആണ്.
ആൻഡ് എപ്പിനെഫ്രിൻ ആൻഡ് നോർപൈനെഫ്രിൻ എന്ന് പറയുന്ന രണ്ട് ഹോർമോൺസ് എക്സ്റ്റേണൽ സ്റ്റിമുലയിലേക്കുള്ള റെസ്പോൺസസിനെ മീഡിയേറ്റ് ചെയ്ത് നിർത്തുന്ന ഹോർമോൺസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ മെയിൻ ആയിട്ടുള്ള റോള് ഉള്ളത് ഗ്രോത്ത് ഹോർമോൺസിനും സെക്സ് ഹോർമോൺസിനുമാണ്. ഓക്കെ, തൈറോയ്ഡ് ഗ്ലാൻഡിൽ പ്രൊഡ്യൂസ്ഡ് ആവുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. ഇതെന്താണ്, ഒരു അയോഡിനേറ്റഡ് ഡെറിവേറ്റീവ് ഓഫ് അമിനോ ആസിഡ് ടൈറോസിൻ ആണ്. ഓക്കെ, ഇനി അബ്നോർമലി ലോ ലെവൽ ഓഫ് തൈറോക്സിൻ എന്ന് പറയുന്നത് ഹൈപ്പോതൈറോയിഡിസം ക്രിയേറ്റ് ചെയ്യും. ആൻഡ് അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ലെതാർജിനസും ഒബേസിറ്റും ആണ്. ഇനി തൈറോക്സിൻ ഹോർമോണിന്റെ ലെവൽ ഇൻക്രീസ്ഡ് ആണെങ്കിൽ അത് ഹൈപ്പർ തൈറോയിഡിസം ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ സിംറ്റം എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റ് ആണ്. ഓക്കെ, ഇനി സ്റ്റിറോയിഡ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രിനൽ കോർട്ടെക്സ് ആൻഡ് ഗൊണാഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഹോർമോൺസ് റിലീസ്ഡ് ബൈ അഡ്രിനൽ കോർട്ടെക്സ് നമ്മുടെ ബോഡിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറഞ്ഞ ഹോർമോൺ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസത്തെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് സ്ട്രെസ് റെഡ്യൂസ്ഡ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഈ ഒരു ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി മിനറലോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ലെവൽ ഓഫ് എക്സ്ക്രീഷൻ ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട് ബൈ ദി കിഡ്നിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ട്. ഇനി ഈ ഒരു അഡ്രിനൽ കോർട്ടെക്സ് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ റിസൾട്ടിങ് ആയിട്ട് അഡിസൺസ് ഡിസീസ് നമ്മുടെ ബോഡിയിൽ ഒക്കർ ചെയ്യും. അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഹൈപ്പോഗ്ലൈസീമിയ, വീക്ക്നെസ്, ഇൻക്രീസ്ഡ് സസെപ്റ്റബിലിറ്റി ടു സ്ട്രെസ്, ഇതൊക്കെയാണ്. ഓക്കെ, നമ്മുടെ ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നത് ഗൊണാഡ്സ് ആണ്. മേജർ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ഇൻ മെയിൽസ് എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ആൻഡ് ഫീമെയിൽ സെക്സ് ഹോർമോൺ എന്ന് പറയുന്നത് ഏതാണ്, ഈസ്ട്രാഡയോൾ ആണ്. ഓക്കെ, അപ്പം ഇതാണ് ഈസ്ട്രാഡയോൾ ആണ് ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ കൺട്രോളിംഗ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. ഓക്കെ, ഇനി പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് റെസ്പോൺസിബിലിറ്റി എന്താണ് വരുന്നത്, ഫോർ പ്രിപ്പയറിംഗ് ദ യൂട്രസ് ഫോർ ഇംപ്ലാന്റേഷൻ ഓഫ് ഫെർട്ടിലൈസ്ഡ് എഗ്. സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബയോമോളിക്യൂൾസ് ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്സ്. താങ്ക് യു.